പറഞ്ഞിട്ടുണ്ട് എന്താണ് എസ്റ്റിമേഷൻ. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഒരു സാമ്പിൾ എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ട് പോപ്പുലേഷന്റെ വാല്യൂ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. പോപ്പുലേഷന്റെ പാരാമീറ്റർ കണ്ടുപിടിക്കുക. അതായത് സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ ഉപയോഗിച്ചിട്ട് പോപ്പുലേഷന്റെ പാരാമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ അതൊന്ന് കാണുമായിരിക്കും. അപ്പോൾ സാമ്പിൾ മീൻ ഉപയോഗിച്ചിട്ട് പോപ്പുലേഷൻ മീൻ കാണുക, അല്ലെങ്കിൽ സാമ്പിൾ വേരിയൻസ് ഉപയോഗിച്ചിട്ട് പോപ്പുലേഷൻ വേരിയൻസ് കാണുക. അങ്ങനെ പോപ്പുലേഷന്റെ വാല്യൂ അല്ലെങ്കിൽ പാരാമെട്രിക് വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന സാമ്പിളിന്റെ വാല്യൂ അഥവാ സ്റ്റാറ്റിസ്റ്റിക്കുകളെയാണ് നമ്മൾ എസ്റ്റിമേറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളിവിടെ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ, എസ്റ്റിമേറ്റേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഈസ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. എന്താണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് പോപ്പുലേഷൻ പാരാമീറ്റർ. പോപ്പുലേഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പാരാമെട്രിക് മെത്തേഡാണ് എന്ത്, മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് എന്ന് പറയുന്നത്. MLE എന്നാണ് നമ്മൾ അതിനെ ഷോർട്ടാക്കി, മാക്സിമം ലൈക്ലിഹുഡ് estimation. Maximum likelihood estimation. It is based on the assumption that different population generate different samples and that any given sample is more likely to have come from the given population than others. അതായത് ഓരോ സാമ്പിളുകളും ഡിഫറെൻറ്റ് പോപ്പുലേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന സാമ്പിൾസ്. അതായത് ഇപ്പം ഒരു ആളുകളുടെ എണ്ണം, ഒരു കോളേജിലെ കുട്ടികൾ, ഓക്കെ, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള കുട്ടികൾ, അതൊരു പോപ്പുലേഷനാണ്. അപ്പോൾ ഓരോ കോളേജുകൾ അതെന്താണ്, സാമ്പിളുകളാണ്. അപ്പോൾ കാലിക്കറ്റിൻ്റെ അണ്ടറിലുള്ള കുട്ടികൾ പറഞ്ഞാൽ ഒരു പോപ്പുലേഷനായിട്ട് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള കുട്ടികൾ വേറൊരു പോപ്പുലേഷനായിട്ട് എടുക്കുന്നു. കേരളേൻ്റെ അണ്ടറിലുള്ള കുട്ടികൾ വേറൊരു പോപ്പുലേഷനായിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ പോപ്പുലേഷനൊക്കെ ഉള്ള സാമ്പിളുകൾ, കാലിക്കറ്റിൽ നിന്ന് ഒരു കോളേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കാലിക്കറ്റിന്റെ സാമ്പിൾ ആണ്. MGന്റെ അണ്ടറിലുള്ള ഒരു കോളേജ് എടുത്താൽ MG യൂണിവേഴ്സിറ്റിന്റെ ഒരു സാമ്പിൾ ആണ്, അല്ലെ? അങ്ങനെ ഡിഫറെന്റ് പോപ്പുലേഷൻ എടുക്കുന്ന സാമ്പിളുകൾ എന്തായിരിക്കും, ഡിഫറെന്റ് സ്വഭാവമായിരിക്കും എന്ത് ചെയ്യുക, കാണിക്കുക. അതായത് ഡിഫറെന്റ് പോപ്പുലേഷൻ നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് ഡിഫറെന്റ് ബിഹേവിയർ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, തരിക. അപ്പം ഒരു സാമ്പിൾ എന്ന് പറഞ്ഞാൽ എനി ഗിവൺ സാമ്പിൾ, അതിൽ നമുക്കൊരു സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക, ഏറ്റവും കൂടുതൽ സ്വഭാവം കാണിക്കുന്നത് അത് ഏത് പോപ്പുലേഷനാണോ വന്നിട്ടുള്ളത് അതിൻ്റെ സ്വഭാവമായിരിക്കും അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, കാണിക്കുക. ഈ അസംഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എക്സിസ്റ്റ് ചെയ്യണത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതൊക്കെ ഓരോ പോപ്പുലേഷനാണ്. ഞാനൊരു സാമ്പിൾ എടുക്കുന്നു, ഞാൻ ഏതോ ഒരു കോളേജ് ഞാൻ എടുക്കുന്നു. അപ്പോൾ ആ കോളേജ് എന്ന് പറയുന്നത് കാലിക്കറ്റിൻ്റെ അണ്ടറിലുള്ള കോളേജ് ആണെങ്കിൽ ആ സാമ്പിൾ കാണിക്കുന്ന സ്വഭാവം ആരെ പോപ്പുലേഷൻ അനുകൂലമായിട്ടുള്ളതായിരിക്കും, കാലിക്കറ്റിന് അനുകൂലമായിട്ടുള്ളതായിരിക്കും എന്നാണ് ആ അസംഷനിലാണ് ഈ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എക്സിസ്റ്റ് ചെയ്യണേ തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ let x1, x2, x3, etc. be a sample independently drawn from population with parameter theta. x1, x2, x3, etc. xn എന്ന് പറയുന്നത് സാമ്പിൾ ആണ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പോപ്പുലേഷൻ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ആ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ എന്താണ്, തീറ്റയാണ്. പോപ്പുലേഷൻ പാരാമീറ്റർ തീറ്റയാണ്. ദെൻ L is equal to f of x1, x2, x3, etc. xn theta is called likelihood function. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് likelihood function എന്ന് പറയുന്നത്. L is equal to f of x1, x2, x3, etc. xn theta എന്ന് പറയുന്നത് അതിന് likelihood function ആണെങ്കിൽ ആ likelihood function എന്ന് പറയുന്നത് it is the probability for selecting the sample x1, x2, x3, etc. xn. അതായത് ആ സാമ്പിൾസ്
x1 x2 x3 etc xn എന്ന് പറയുന്ന സാമ്പിൾസ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിനെയാണ് ആ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വേറൊരു രീതി പറയുകയാണെങ്കിൽ ആ L എന്ന് പറഞ്ഞ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ്. ആ L എന്ന് പറയുന്നത് L is the probability for samples x1 x2 x3 etc belongs to the population. ആ L അഥവാ ആ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ആണ്. എന്തിന് പ്രോബബിലിറ്റി? The probability for the samples are belongs to the population. ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനാണ് ആ സാമ്പിൾസ് വരാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ എന്ത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? The probability of the samples x1 x2 x3 etc xn belongs to the population. ആ സാമ്പിൾസ് ആ പെർട്ടിക്കുലർ പോപ്പുലേഷന് വന്നതാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ ആ L is equal to probability of x1 x2 x3 etc xn from the population with the parameter theta. ആ തീറ്റ പാരാമീറ്റർ ഉള്ള ആ പോപ്പുലേഷൻ ആണ് ഈ സാമ്പിൾസ് വന്നിരിക്കാനുള്ള പ്രോബബിലിറ്റി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? L എന്ന് വിളിക്കുന്നത്. ഈ x1 x2 x3 etc xn ആർ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ പ്രോബബിലിറ്റി ഓഫ് x1 തീറ്റ, probability of x2 theta, probability of x3 theta etc probability of xn theta ന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എന്ന് പറയുന്നത്. ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് the statistic computed as estimator of the population parameter must maximize the likelihood of drawing given samples. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ കണ്ടുപിടിക്കുന്ന the statistic computed as estimator of population. നമ്മൾ പോപ്പുലേഷന്റെ എസ്റ്റിമേറ്റർ ആയിട്ട് കണ്ടുപിടിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക് എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. അതിന്റെ വാല്യൂ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം the likelihood of drawing the given samples. ആ സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ള സാമ്പിൾസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. അതായത് among all possible estimators of theta that which maximizes L is called MLE. അതായത് നമ്മളെ തീറ്റ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ പാരാമീറ്റർ ആണ്. തീറ്റ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ പാരാമീറ്റർ. പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷന്റെ എന്തെങ്കിലും ഒരു വാല്യൂ, പോപ്പുലേഷൻ മീൻ ആയിക്കോട്ടെ, പോപ്പുലേഷൻ വേരിയൻസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു വാല്യൂ, അതിനെയാണ് നമ്മൾ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന വാല്യൂസിന് നമ്മൾ T1 T2 അതായത് സാമ്പിൾ ആ പോപ്പുലേഷന്റെ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ സാമ്പിളിന് യൂസ് ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കുക. അത് T1 T2 T3 അങ്ങനെ ഏതോ ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പോപ്പുലേഷന്റെ പാരാമീറ്റർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ T1 T2 എന്ന് പറയുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ്റ്റിമേറ്റേഴ്സ് ഓഫ് തീറ്റ. തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണോ അതിനെയാണ് എന്ത് വിളിക്കുക? എസ്റ്റിമേറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ തീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്നിലധികം എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടായിരിക്കാം. ഇപ്പം പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്ന ഒരു പാരാമെട്രിക് വാല്യൂ കാണാൻ നമുക്ക് സാമ്പിൾ മീൻ എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റർ യൂസ് ചെയ്യാം, സാമ്പിൾ വേരിയൻസ് എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റർ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും, സാമ്പിൾ മീഡിയൻ എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടായിരിക്കും തീറ്റ കാണാൻ. അങ്ങനെയാണെങ്കിൽ among all possible estimators of theta, ആ എല്ലാ പോസിബിൾ ആയിട്ടുള്ള എസ്റ്റിമേറ്റേഴ്സിലും L അതായത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുന്നത് ആരാണോ അതിനെയാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക. ഈ എല്ലാ എസ്റ്റിമേറ്റേഴ്സിലും ആരാണോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുന്നത്, അതായത് ആരുടെ Lന്റെ വാല്യൂ ആണോ മാക്സിമം ആവുന്നത് അതിനെയായിരിക്കും നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ മീൻ ആണ് നമ്മുടെ തീറ്റ. ആ തീറ്റ കാണാൻ വേണ്ടി നമ്മൾ എസ്റ്റിമേറ്റേഴ്സ് ആയിട്ട് സാമ്പിൾ മീനും സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അല്ലെങ്കിൽ സാമ്പിൾ മീഡിയനും അല്ലെങ്കിൽ സാമ്പിൾ മോഡൊക്കെ യൂസ് ചെയ്യുന്നു.
അപ്പം ഇതിൽ ഈ പറഞ്ഞതിൽ എല്ലിന്റെ വാല്യൂ മാക്സിമം വരുന്നത് സാമ്പിൾ മീനിനാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സാമ്പിൾ മീൻ ആയിരിക്കും എന്ത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുക. അതായത് എല്ലിന്റെ വാല്യൂ ആർക്കാണോ മാക്സിമം വരുന്നത് അയാളായിരിക്കും മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ നമുക്ക് മെത്തേഡുകൾ വേണം. അപ്പൊ എന്താണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലിന്റെ വാല്യൂ എന്തായിരിക്കണം, മാക്സിമം ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കാൽക്കുലസ് പ്രകാരം പറയാൻ പറ്റും എൽ ഈസ് മാക്സിമം വെൻ എൽ ഈസ് മാക്സിമം ഡോ എൽ ബൈ ഡോ തീറ്റ ഇസ് ഇക്വൽ ടു 0. ഡോ എൽ ബൈ ഡോ തീറ്റ ഇസ് ഇക്വൽ ടു 0 വരുമ്പോഴും അതുപോലെ ഡോ സ്ക്വയർ എൽ ബൈ ഡോ തീറ്റ സ്ക്വയർ നെഗറ്റീവ് ആകുമ്പോഴാണ് എന്ത് എൽ മാക്സിമൈസ് ചെയ്യുക. അതായത് എൽ മാക്സിമം ആവണം എപ്പോഴാണോ ആ വാല്യൂവിനെയാണ് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എൽ മാക്സിമം ആകുമ്പോഴാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എൽ വിത്ത് തീറ്റ ഈക്വൽ ടു 0യും സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എൽ വിത്ത് തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ആവുകയും ചെയ്യുമ്പോഴാണ് അതെന്താവുക മാക്സിമം ആവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനെ അതായത് എൽ തന്നിട്ടുണ്ടെങ്കിൽ എൽ ഡോ എൽ ബൈ ഡോ തീറ്റ ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 കിട്ടുന്ന ആ ഇക്വേഷനെ ഇക്വേഷൻ ഓഫ് ലൈക്ലിഹുഡ് എന്ന് വിളിക്കും. ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടിക്കോളും, തീറ്റന്റെ വാല്യൂ കിട്ടിക്കോളും. അതായത് ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, തീറ്റന്റെ വാല്യൂ കിട്ടും. ആ തീറ്റന്റെ വാല്യൂ വിച്ച് മേക്സ് ഡോ സ്ക്വയർ എൽ ബൈ ഡോ തീറ്റ സ്ക്വയർ ഈസ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. ആ തീറ്റന്റെ വാല്യൂ ഡോ സ്ക്വയർ എൽ ബൈ ഡോ തീറ്റ സ്ക്വയറിനെ നെഗറ്റീവ് ആക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുക. അപ്പം ടു ഫൈൻഡ് എം എൽ ഇ ഇറ്റ് ഈസ് ഇനഫ് ടു സോൾവ് ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0. അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്താ വെച്ചാൽ ഈ ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റ എന്താവും, ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ തീർച്ചയായും ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റ എന്തായിക്കോളും 0 ആയിക്കോളും. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനെക്കാട്ടി എളുപ്പമായിരിക്കും നമുക്ക് ഇതെന്ത് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ നോട്ട് എന്ന് പറഞ്ഞ ആ കാര്യം എഴുതി വെച്ചത്. ടു ഫൈൻഡ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഇറ്റ് ഈസ് ഇനഫ് ടു സോൾവ് ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് മാത്രം സോൾവ് ചെയ്താൽ മതിയാവും. ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ആരെ കിട്ടും, തീറ്റന്റെ വാല്യൂ കിട്ടും. അതിനെയാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. എന്തൊക്കെയാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് നെസസറിലി അൺബയസ്ഡ്. അതായത് അൺബയസ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ലാർജ് വാല്യൂസ് ഓഫ് എന്നിന് അത് ചിലപ്പോൾ എന്തായിരിക്കാം, അൺബയസ്ഡ് ആയിരിക്കാം. എന്നിന്റെ വാല്യൂ കൂടുമ്പോൾ അത് അൺബയസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അൺബയസ്ഡ് ആവാം, ആവാതിരിക്കാം. പക്ഷെ അത് തന്നെയാണ് പറയണത്, നോട്ട് നെസസറിലി അൺബയസ്ഡ്. അത് അൺബയസ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. അടുത്തത് എന്താണ്, ദേ ആർ കൺസിസ്റ്റന്റ്. ഈ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിരിക്കും. ഈ കൺസിസ്റ്റൻസി, അൺബയസ്ഡ്നെസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് കേട്ടോ. അതുപോലെ ദേ ആർ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ ആയിരിക്കും എന്തോ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ്. ദേ ആർ സഫിഷ്യന്റ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. അതായത് സഫിഷ്യൻസി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ അതെന്തായിരിക്കും, സഫിഷ്യന്റ് ആയിരിക്കും. The distribution of MLE tends to normal for large values of n. അതായത് n-ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ n for large values of n, distribution of MLE maximum likelihood estimatorന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനോട് സമാനമായിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത പ്രോപ്പർട്ടി. അപ്പൊ ഈ പറയുന്നതൊക്കെയാണ് അതിന്റെ എന്ത് പ്രോപ്പർട്ടീസ്. ഇതിന്റെയൊക്കെ തിയറി പാർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്നൊക്കെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം കേട്ടോ. ഈ പ്രോപ്പർട്ടീസും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പം ഇതാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. അതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് മൊമെന്റ്.
എന്താ ഈ മൊമെന്റ് എന്ന് പറഞ്ഞാൽ? അറിയാൻ നോക്കട്ടെ, എന്താണ് മൊമെന്റ്? അപ്പം മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്ത് സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു എന്താണ് പെർട്ടിക്കുലർ വാല്യൂനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൊമെന്റ് എന്ന് വിളിക്കുക. 3 ടൈപ്സ് ഓഫ് മൊമെന്റുകളുണ്ട്. ആർബിട്രറി മൊമെന്റ്, റോ മൊമെന്റ്, അതുപോലെ സെൻട്രൽ മൊമെന്റ് എന്ന് പറഞ്ഞ് 3 ടൈപ്പ് മൊമെന്റുകളുണ്ട്. ഈ ആർബിട്രറി മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് μ1 A, μ2 A, μ3 A എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് A എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒരു ആർബിട്രറി പോയിന്റ് ഉണ്ടാവും നമ്മുടെ ഡാറ്റയിലെ. A എന്ന് പറയുന്ന ഒരു ആർബിട്രറി പോയിന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൊമെന്റ് കണ്ടുപിടിക്കും. അതിനെയാണ് ആർബിട്രറി മൊമെന്റ് എന്ന് വിളിക്കുക. ഇനി റോ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ബേസ് ചെയ്യുന്നത് പിന്നെ റോ മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൊമെന്റ് കണക്കാക്കുന്നത് ഒരു ഒറിജിൻ ബേസ് ചെയ്തിട്ടാവും. അതായത് ഒറിജിൻ, നമ്മുടെ 0 എന്ന് പറഞ്ഞ ഒറിജിൻ ഉണ്ടല്ലോ, ഡാറ്റന്റെ ഒറിജിൻ ബേസ് ചെയ്തിട്ടാവും അതിന്റെ മൊമെന്റ് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അതിന് റോ മൊമെന്റ് എന്ന് വിളിക്കുക. അതുപോലെ സെൻട്രൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻ ഉണ്ടല്ലോ, അതായത് എക്സ് ബാർ, ആവറേജ് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ മൊമെന്റ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെൻട്രൽ മൊമെന്റ് എന്ന് വിളിക്കും. അങ്ങനെ ഈ 3 തരത്തിൽ മൊമെന്റ് കണക്കാക്കാം. ഈ മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റന്റെ സെൻട്രൽ ബിഹേവിയർ, അതുപോലെ ഡിസ്പേർഷൻ അഥവാ വേരിയൻസിനെ കുറിച്ച് പഠിക്കാൻ, അതുപോലെ ഷേപ്പ് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? മൊമെന്റ് എന്ത് ചെയ്യണത്? കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനെയാണ് മൊമെന്റ് എന്ന് വിളിക്കുക. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് ആണ്. മൊമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എസ്റ്റിമേഷൻ കാണുന്നത് എങ്ങനെ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ അണ്ടർ ദിസ് മെത്തേഡ്, ഈ മെത്തേഡ് എന്താ പറയണത് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് we find moments from the sample and equate them with the corresponding moment of the population. സാമ്പിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മൊമെന്റുകൾ കണ്ടുപിടിക്കുന്നു. സാമ്പിളിൽ നിന്ന് മൊമെന്റ് കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിച്ച മൊമെന്റുകളെ പോപ്പുലേഷനിൽ മൊമെന്റുകൾ കണ്ടുപിടിച്ചിട്ട് അതായിട്ട് എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് മൊമെന്റ്, സെക്കൻഡ് മൊമെന്റ്, തേർഡ് മൊമെന്റ്, ഫോർത്ത് മൊമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ടാവും? മൊമെന്റുകൾ ഉണ്ടാവും. അതിന് നമ്മൾ സാമ്പിളിൽ നിന്ന് കണ്ടുപിടിക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് മൊമെന്റ്, സെക്കൻഡ് മൊമെന്റ്, തേർഡ് മൊമെന്റ് ഒക്കെ പോപ്പുലേഷനിൽ നിന്ന് എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. എന്നിട്ട് സാമ്പിളിൽ നിന്ന് കണ്ടുപിടിച്ച ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷൻ കണ്ടുപിടിച്ച മൊമെന്റുകളായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ആ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വാല്യൂസ് കണ്ടുപിടിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ let theta 1, theta 2, etc. theta k be its k parameters of the population. പോപ്പുലേഷന്റെ k പാരാമീറ്റേഴ്സ് ആണ് എന്ത്? theta 1, theta 2, theta 3, etc. theta k എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ mu1 dash, mu2 dash, mu3 dash, etc. mu k dash be the k raw moments. raw moments എന്ന് പറഞ്ഞാൽ ഒറിജിൻ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ റോ മൊമെന്റുകളാണ് ആര്? mu1 dash, mu2 dash, mu3 dash, etc. mu k dash എന്ന് പറയുന്നത്. അതുപോലെ പോപ്പുലേഷന്റെ റോ മൊമെന്റുകളാണ്, നമ്മൾ പറഞ്ഞു സാമ്പിളിന്റെ മൊമെന്റുകൾ ഉണ്ടാവും, പോപ്പുലേഷന്റെ മൊമെന്റുകളും ഉണ്ടാവും. അപ്പോൾ സാമ്പിളിന്റെ മൊമെന്റുകളാണ് ഇപ്പോൾ പറഞ്ഞ mu1 dash, mu2 dash, mu3 dash, etc. mu k dash എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് k റോ മൊമെന്റുകൾ ഓഫ് ഫസ്റ്റ് ഇത് പറഞ്ഞത് പോപ്പുലേഷന്റെ ആണ് അല്ലേ? mu1 dash, mu2 dash, mu3 dash, etc. k with the k moments of the raw population and m1 dash, m2 dash, etc. mk dash be the k raw moments of the sample. mu1 dash mu2 dash ഒക്കെ പോപ്പുലേഷന്റെ റോ മൊമെന്റുകളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാമ്പിളിന്റെ റോ മൊമെന്റുകളാണ് m1 dash, m2 dash, etc. mk dash എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോപ്പുലേഷനും സാമ്പിളിനും നമ്മൾ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. mu1 ഡാഷിനെ m1 ഡാഷ് ആയിട്ടും mu2 ഡാഷിനെ m2 ഡാഷ് ആയിട്ടും mu3 ഡാഷിനെ m3 ഡാഷ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യും. അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എസ്റ്റിമേറ്റ്സ് ഓഫ് ദ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അത് സോൾവ് ചെയ്താൽ നമുക്ക് എസ്റ്റിമേറ്റ്സ് ഓഫ് ദ പാരാമീറ്റർ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ
mu1 dash എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീൻ ആണ്. mu1 dash എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ മീൻ ആണ്. അതുപോലെ m1 dash എന്ന് പറയുന്നത് സാമ്പിളിന്റെ മീൻ ആണ്. അപ്പം mu1 dash എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ മീനും m1 dash എന്ന് പറയുന്നത് സാമ്പിളിന്റെ മീനും ആണെങ്കിൽ നമ്മൾ അത് തമ്മിൽ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. അതായത് mu1 dash is equal to m1 dash എന്ന് പറഞ്ഞ് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ബൈ ഇക്വേറ്റിംഗ് ദം, അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് സാമ്പിൾ മീൻ ആസ് ഇറ്റ്സ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. നമുക്ക് പോപ്പുലേഷൻ മീൻ്റെ എസ്റ്റിമേറ്റർ ആയിട്ട് ആരെ കിട്ടും? സാമ്പിൾ മീൻ കിട്ടും. അതായത് mu1 dash എന്ന് പറയുന്നതും m1 dash എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ മീൻ്റെ എസ്റ്റിമേറ്റർ ആയിട്ട് നമുക്ക് ആരെ കിട്ടും? സാമ്പിൾ മീനെ കിട്ടും. അപ്പൊ ഈ ഒരു മൊമെന്റുകൾ യൂസ് ചെയ്തിട്ട് എസ്റ്റിമേറ്റേഴ്സിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് എന്ത്? മെത്തേഡ് ഓഫ് മൊമെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഓഫ് എസ്റ്റിമേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മെത്തേഡ് നോക്കാം. നമ്മളൊരു population, consider a population with the rth moment about 0 as mu r dash. ഒരു പോപ്പുലേഷന്റെ rth മൊമെന്റ്, അതായത് ഫസ്റ്റ് മൊമെന്റ്, സെക്കൻഡ് മൊമെന്റ്, തേർഡ് മൊമെന്റ്, ഫോർത്ത് മൊമെന്റ്, ഫിഫ്ത്ത് മൊമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് മൊമെന്റുകൾ ഉണ്ടാവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ rth മൊമെന്റ് about 0 എന്ന് പറഞ്ഞാൽ about origin, rth മൊമെന്റ് about origin, അതായത് റോ മൊമെന്റ് about origin. ഓക്കെ, സോറി, റോ മൊമെന്റ് about r, അതായത് rth റോ മൊമെന്റ് ആണ് mu r dash എന്ന് പറയുന്നത്. rth റോ മൊമെന്റ് ആണ് mu r dash എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ x1 x2 x3 etc xn എന്ന് പറയുന്നത് ആ പോപ്പുലേഷൻ നമ്മൾ എടുത്തിട്ട് ഉള്ള സാമ്പിൾ ആണെന്ന് വിചാരിക്കും. x1 x2 x3 etc x എന്ന് പറയുന്നത് അതേ പോപ്പുലേഷൻ നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾ ആണ്. അപ്പം mu r dash എന്ന് പറയുന്നത് അതിൻ്റെ ഏതോ ഒരു rth മൊമെന്റ് ആണ്. അതുപോലെ x1 x2 x3 etc എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പിളുകളാണ്. അങ്ങനെയാണെങ്കിൽ summation x raised to r minus mu r dash whole square is equal to e. ഈ എസ്റ്റിമേഷൻ, ഈ വാല്യൂനെയാണ്, ഈ എന്ന് പറയുന്ന വാല്യൂനെയാണ്, ഈ എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാ? എക്സ് റേസ് ടു ആർ മൈനസ് മ്യൂ ആർ ഡാഷ് ഹോൾ സ്ക്വയർ. അതായത് ഇപ്പം നമുക്ക് സെക്കൻഡ് മൊമെന്റ് ആണെന്ന് വിചാരിക്കും. സെക്കൻഡ് മൊമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പം എക്സ് സ്ക്വയർ മൈനസ് മ്യൂ ടു ഡാഷ് ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ തേർഡ് മൊമെന്റ് ആണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് മ്യൂ ത്രീ ഡാഷ് ഹോൾ സ്ക്വയർ. പിന്നെ ഫോർത്ത് മൊമെന്റ് ആണെങ്കിൽ സമ്മേഷൻ എക്സ് റേസ് ടു ഫോർ മൈനസ് മ്യൂ ഫോർ ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന കണ്ടുപിടിക്കുന്ന ആ വാല്യൂനെ നമ്മൾ ഇ എന്ന് വിളിക്കുക. ആ ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ആർത്ത് പവർ ഓഫ് ദ ഒബ്സർവേഷൻ ഇൻ ദ സാമ്പിൾ ആൻഡ് ആർത്ത് മൊമെന്റ് ഓഫ് ദ പോപ്പുലേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എക്സ് ആർ എന്ന് പറഞ്ഞാൽ ആർത്ത് പവർ ഓഫ് ഒബ്സർവേഷൻ, നമ്മൾ കണ്ടുപിടിച്ച ഒബ്സർവേഷന്റെ ആർത്ത് പവർ എത്ര റേസ് ടു എത്രയാണോ അത്. ഇനി മ്യൂ ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ ആർത്ത് മൊമെന്റ് ഓഫ് ദ പോപ്പുലേഷന്റെ ആർത്ത് മൊമെന്റ്, അത് തമ്മിലുള്ള ഡിഫറൻസുകളുടെ സ്ക്വയറിനെയാണ് നമ്മൾ ഇ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ എസ്റ്റിമേറ്റർ മ്യൂ ആർ ഡാഷ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മിനിമൈസിങ് ഇ. നമുക്ക് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ ഈ മ്യൂ ആർ ഡാഷ് ആണ് നമ്മുടെ എസ്റ്റിമേറ്റർ ഉണ്ടാവുക. ആ എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? മിനിമൈസിങ് ഇയുടെ ഏറ്റവും മിനിമം വാല്യൂന് കിട്ടുന്ന മ്യൂ ആർ ഡാഷ് ഏതാണോ അതാണ് അതിൻ്റെ എന്ത്? എസ്റ്റിമേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മിനിമൈസ് ഇ, നേരത്തെ മിനിമൈസ് വേറൊരു സാധനം മിനിമൈസ് ചെയ്തിരുന്നല്ലോ, എൽ അല്ലെ. മിനിമൈസിങ് എൽ എന്ന് പറയുമ്പോൾ ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 വരുന്നതായിരുന്നു. ഇവിടെ മിനിമൈസിങ് ഇ ആണ് വിത്ത് മ്യൂ ആർ ഡാഷ് ആണ്. അതുകൊണ്ട് ബൈ കാൽക്കുലസ് വി ക്യാൻ സേ ദാറ്റ് ഡോ ഇ ബൈ ഡോ മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 0. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇ വിത്ത് മ്യൂ ആർ ഡാഷ്, ഇനെ മ്യൂ ആർ ഡാഷ് ആയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തിട്ട് അത് 0 ആകുമ്പോൾ അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂനെയാണ് നമുക്ക് കിട്ടുന്ന മ്യൂ ആർ ഡാഷ് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക. അപ്പം നമ്മൾ ഇത് സോൾവ് ചെയ്താൽ ഡോ ഇ ബൈ ഡോ മ്യൂ ആർ ഡാഷ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഈ മ്യൂ ആർ ഡാഷിന് ഒരു
വാല്യൂ കിട്ടും. ആ മ്യൂ ആർ ഡാഷ് ആയിട്ട് എന്താണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ മെത്തേഡിനെയാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ എന്ന് വിളിക്കുന്നത്. ഈ മെത്തേഡിനെയാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ. അതായത് നമ്മൾ ഏത് മൊമെന്റ് ആണോ യൂസ് ചെയ്യുന്നത്, ആർത്ത് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ആണ്, ഫിഫ്ത്ത് ആണ്, സെക്കൻഡ് ആണ്, ഫസ്റ്റ് ആണ്, ഏത് മൊമെന്റ് ആണോ യൂസ് ചെയ്യുന്നത് ആ മൊമെന്റും എക്സ് റേസ് ടു ആ നമ്പറും യൂസ് ചെയ്തിട്ട് ഇ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കും. ആ ഇനെ നമ്മൾ മ്യൂ ആർ ഡാഷ് ആയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തിട്ട് അതിനെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യും. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ മ്യൂ ആർ ഡാഷിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് എന്താണോ അതായിരിക്കും ആ പോപ്പുലേഷന്റെ പാരാമീറ്ററിന്റെ എസ്റ്റിമേറ്റർ എന്ന് പറയാം. അങ്ങനെ നമുക്ക് എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ് മൊമെന്റ് അബൌട്ട് 0 ഈസ് ദ മീൻ. അതായത് നമ്മൾ മ്യൂ വൺ ഡാഷ് ഫസ്റ്റ് മൊമെന്റ് അബൌട്ട് 0 എന്ന് പറയുമ്പോൾ ആറിന്റെ വാല്യൂ 1 ആവുക. ഫസ്റ്റ് മൊമെന്റ് മ്യൂ വൺ ഡാഷ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, മീൻ ഈക്വൽ ആണ്. അതായത് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ വൺ ഡാഷ്. പോപ്പുലേഷൻ മീനും മ്യൂ വൺ ഡാഷും എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ എക്സ് റേസ് ടു ആർ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1 മൈനസ് മ്യൂ വൺ ഡാഷ് ഹോൾ സ്ക്വയർ. അപ്പം എക്സ് റേസ് ടു 1 മൈനസ് മ്യൂ വൺ ഡാഷ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ. ആ ഇ എന്ത് ചെയ്യണം, ഇതിന്റെ വാല്യൂ ഏറ്റവും മിനിമം ആണ്. ഇ ഷുഡ് ബി മിനിമം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡോ ഇ ബൈ ഡോ മ്യൂ നമ്മൾ എന്ത് ചെയ്യും, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എക്സ് മൈനസ് മ്യൂ വൺ ഡാഷ് ഹോൾ സ്ക്വയറിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത് ചെയ്താൽ എങ്ങനെ കിട്ടുക, 2 ഇൻറ്റു സമ്മേഷൻ എക്സ് മൈനസ് മ്യൂ. ഇനി മൈനസ് മ്യൂവിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -1. ഓക്കെ, അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്താൽ ഒരിക്കലും 2 എന്ന് പറയുന്നതും ഈ -1 ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. അപ്പോൾ സമ്മേഷൻ എക്സ് മൈനസ് മ്യൂ ആണ് എന്തായത്, 0 ആയത്. സമ്മേഷൻ എക്സ് മൈനസ് മ്യൂ 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, സമ്മേഷൻ രണ്ടിനും കൊടുക്കുമ്പോൾ സമ്മേഷൻ എക്സ് സമ്മേഷൻ മ്യൂവിനെ നമുക്ക് എൻ മ്യൂ എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 0. അതിനാണ് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എൻ മ്യൂ എന്ന് കിട്ടും. മ്യൂ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ എന്ന് കിട്ടും. അതാണ് എന്ത്, എക്സ് ബാർ. അപ്പം മ്യൂ ആയിട്ട് നമുക്ക് ആരെ കിട്ടി, മ്യൂ ആയിട്ട് എക്സ് ബാർ കിട്ടി. അതായത് എക്സ് ബാർ ആണ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂവിൻ്റെ എസ്റ്റിമേറ്റർ ആരാണ്, എക്സ് ബാർ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കണ്ടുപിടിക്കാൻ പറ്റി. അപ്പം ഈ മെത്തേഡ് ഇങ്ങനെ എസ്റ്റിമേറ്ററിനെ കാണുന്ന ഈ മെത്തേഡിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുക. മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത് ഈ മെത്തേഡിനെയാണ്. ക്ലിയർ ആണോ? അടുത്തതാണ് മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ്. നാലാമത്തെ മെത്തേഡ്, ലാസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് തീറ്റ ബി എ പോപ്പുലേഷൻ പാരാമീറ്റർ. തീറ്റേനെയാണ് പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. എൽ ആണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എൽ. സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ഏതൊരു കോൺസ്റ്റന്റ്. ആൻഡ് ടി എന്ന് പറയുന്നത് സാമ്പിൾ ഒബ്സർവേഷൻ്റെ സാമ്പിളിൻ്റെ വാല്യൂ ആണ് ടി. നമ്മൾ കണ്ട് പരിചയമുള്ള എന്താണ് നൊട്ടേഷൻസ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ പാരാമീറ്റർ, ടി എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്, എൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, സി ഒരു കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഡോ ലോഗൽ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നതിനെ, അതായത് ഡോ ലോഗൽ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നതിനെ നമുക്ക് സി ഇൻറ്റു ടി മൈനസ് തീറ്റ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ഡോ ലോഗൽ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നതിനെ നമുക്ക് സി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ്, ടി മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ വാല്യൂ, തീറ്റ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷന്റെ വാല്യൂ. അപ്പം അതിനെ സി ഇൻറ്റു ടി മൈനസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡോ ലോഗൽ ബൈ ഡോ തീറ്റേനെ എന്ത് ചെയ്യാൻ പറ്റുകയാണ്, റെപ്രസെന്റ് ചെയ്യാൻ പറ്റുകയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അതിലുള്ള ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. അതിലുള്ള ടീനെ നമ്മൾ മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പം ആ കേസിൽ അങ്ങനെ വരുന്ന കേസിൽ ഡോ ലോഗൽ ബൈ ഡോ തീറ്റ എന്ന് പറയണതിനെ സി ഇൻറ്റു ടി മൈനസ് തീറ്റ എന്ന് എഴുതാൻ പറ്റുന്ന കേസിൽ വേരിയൻസ് ഓഫ് ടി എന്ന് പറയണത്, ടിയുടെ വേരിയൻസ് ലെസ് ദാൻ ദ വേരിയൻസ് ഓഫ് എനി അതർ എസ്റ്റിമേറ്റേഴ്സ് ഓഫ് തീറ്റ.
ഈ തീറ്റയുടെ വേറെയും എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ തീറ്റയുടെ വേറെയും ഏത് എസ്റ്റിമേറ്റ് എടുത്താലും അതിന്റെ വേരിയൻസിനേക്കാളൊക്കെ കുറവായിരിക്കും ആരുടെ വേരിയൻസ് എന്ന് പറയുന്നത്, ടിയുടെ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ടീനെ നമുക്ക് എന്ത് വിളിക്കാം, മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ആ ടീനെ നമുക്ക് മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് വിളിക്കാൻ പറ്റും. ആ 1/c-നെയാണ് നമ്മൾ മിനിമം, ആ ക്വാണ്ടിറ്റി 1/c-നെയാണ് നമ്മൾ മിനിമം വേരിയൻസ് എന്ന് വിളിക്കുക. ആ 1/c കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മിനിമം വേരിയൻസ് എത്രയാണോ അത് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡോ ലോഗൽ ബൈ ഡോ തീറ്റ, ഡോ ലോഗൽ ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് ചെയ്യുമ്പം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സി ഇൻറ്റു ടി മൈനസ് തീറ്റ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റിയാൽ, സി ഇൻറ്റു ടി മൈനസ് തീറ്റ, സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറഞ്ഞാൽ അത് സാമ്പിൾ വാല്യൂ ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ പാരാമീറ്റർ ആണ്. അപ്പം സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് മൈനസ് പോപ്പുലേഷൻ പാരാമീറ്റർ ഇൻറ്റു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഡോ ലോഗൽ ബൈ ഡോ തീറ്റ എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ടീനെയാണ് മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്ന് വിളിക്കുക. ആ 1/c ആണ് അതിന്റെ എന്ത്, മിനിമം വേരിയൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യണം. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ച തിയറംസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് ഫോർ എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് n taken from a finite population x1 x2 x3 etc xn, നമ്മളൊരു ഫൈനൈറ്റ് പോപ്പുലേഷൻ എടുത്തിട്ടുള്ള റാൻഡം സാമ്പിൾ ആണ് x1 x2 x3 etc xn എന്ന് പറയുന്ന n സൈസ് റാൻഡം സാമ്പിൾ. ഓക്കെ, അതായത് ഒരു പോപ്പുലേഷൻ ആണ് x1 x2 x3 etc xn എന്ന് പറയുന്ന റാൻഡം സാമ്പിൾ എടുത്തിട്ടുള്ളത്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ s² എന്ന് പറയുന്നത് 1/n summation i is equal to 1 to n xi minus x bar whole square ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. is not unbiased estimator of the parameter sigma square. ഈ s² എന്ന് പറയുന്നത് എന്താണ്? s² എന്ന് പറഞ്ഞാൽ സാമ്പിളിന്റെ വേരിയൻസിനെയാണ് നമ്മൾ s² എന്ന് വിളിക്കുക. സാമ്പിളിന്റെ വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് 1/n summation i is equal to 1 to n xi minus x bar whole square എന്ന് പറയുന്നത്. അപ്പൊ സാമ്പിളിന്റെ വേരിയൻസ് എന്തല്ല എന്നാ പറയണത്? നോട്ട് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പാരാമീറ്റർ തീറ്റ സ്ക്വയർ. അതായത് സാമ്പിൾ വേരിയൻസ് പോപ്പുലേഷൻ വേരിയൻസിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ അല്ല. സാമ്പിൾ വേരിയൻസ് പോപ്പുലേഷൻ വേരിയൻസിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ അല്ല എന്ന് കാണിക്കണം. പോരാത്തതിന് പക്ഷേ n/n-1 s² n/n-1 s² is equal to 1/n-1 summation xi minus x bar whole square is unbiased. അതായത് 1/n-1 summation i is equal to 1 to n xi minus x bar whole square എന്ന് പറയുന്നത് പക്ഷെ എന്താണ്, അൺബയസ്ഡ് ആണ് എന്നും എന്ത് ചെയ്യണം, കാണിക്കണം. മറ്റേത് അൺബയസ്ഡ് അല്ല എന്നും ഇത് അൺബയസ്ഡ് ആണ് എന്നും കാണിക്കണം. അപ്പൊ നോക്കാം എങ്ങനെ ചെയ്യാന്ന്. എന്താണ് അൺബയസ്ഡ്നെസ് എന്ന് അറിയാലോ നിങ്ങൾക്ക്, ഓർമ്മ ഉണ്ടോ? അതായത് ഇത് അൺബയസ്ഡ് ആവണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് s² is equal to സിഗ്മ സ്ക്വയർ ആയാലാണ് എന്ത്, സിഗ്മ സ്ക്വയറിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് s² എന്ന് എന്ത് പറയാൻ പറ്റുള്ളൂ. ഇപ്പം എക്സ്പെക്ടേഷൻ ഓഫ് x bar is equal to mu എന്ന് തെളിയിച്ചാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, mu അതായത് പോപ്പുലേഷൻ മീനിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് സാമ്പിൾ മീൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇത് അൺബയസ്ഡ് അല്ല എന്ന് കാണിക്കാൻ ഇത് നോട്ട് ഈക്വൽ ടു എന്ന് എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് s² നോട്ട് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്ന് കാണിച്ചാൽ അത് അൺബയസ്ഡ് അല്ല, അല്ലെങ്കിൽ ബയസ്ഡ് ആണ് എന്ന് പറയും. അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ അത് അൺബയസ്ഡ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് അത് അൺബയസ്ഡ് അല്ല അഥവാ ബയസ്ഡ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് s² എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആണ് എന്നാണ് നമുക്ക് എന്തുണ്ട് കാണിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം.
അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം എസ് സ്ക്വയർ എന്താണ് 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എസ് സ്ക്വയറിന് ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കുന്നു. എക്സ്പെക്ടേഷൻ 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ അല്ലേ. അതായത് 1/n കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് പുറത്തേക്ക് എടുക്കുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ 1/n എക്സ്പെക്ടേഷൻ ഓഫ് നോക്കിയ സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിനെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നു. സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ പ്ലസ് മ്യൂ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അതായത് ഒരു മൈനസ് മ്യൂ പ്ലസ് മ്യൂ അതിൽ ആഡ് ചെയ്ത് കൊടുത്താലും അതിലൊരു ചേഞ്ചും എന്ത് ചെയ്യാൻ പോണില്ല, വരാൻ പോണില്ല. കാരണം മൈനസ് മ്യൂ പ്ലസ് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആ സമ്മേഷന്റെ ഉള്ളിൽ എക്സ് ഐ മൈനസ് എക്സ് ബാറിന്റെ കൂടെ ഒരു മൈനസ് മ്യൂ പ്ലസ് മ്യൂയും കൂടി എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കുന്നു. 1/n എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ നോക്കിയേ, അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ഞാൻ. എക്സ് ഐ മൈനസ് മ്യൂ മൈനസ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്നാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. അപ്പോഴും വാല്യൂ മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം അതിലുള്ള എന്താണ്, എക്സ് ഐ മൈനസ് മ്യൂ പ്ലസ് മ്യൂ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, എക്സ് ബാർ സ്ക്വയർ അല്ലേ. നോക്കിയേ, സോറി മൈനസ് എക്സ് ബാർ അല്ലേ, അതന്നെയല്ലേ അവിടെ വന്നത്. മൈനസ് എക്സ് ബാറും പ്ലസ് മ്യൂവും തന്നെയാണ് അവിടെ ഉള്ളത്. അതിലൊരു മാറ്റം വന്നിട്ടില്ല. ഓർഡർ ഒന്ന് മാറ്റി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അടുത്ത 1/n എക്സ്പെക്ടേഷൻ ഓഫ് ഓക്കെ എക്സ് ഐ മൈനസ് മ്യൂ എന്ന് പറയുന്ന ഒരു ടേമും എക്സ് ബാർ മൈനസ് മ്യൂ എന്ന് പറയുന്ന വേറൊരു ടേമും ആണ് അല്ലേ. അപ്പോൾ എക്സ് ഐ മൈനസ് മ്യൂ എ ആയിട്ടും എക്സ് ബാർ മൈനസ് മ്യൂ ബി ആയിട്ടും കൊടുത്താൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ടേം ആയിരിക്കും. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ എക്സ്പെക്ട് സമ്മേഷൻ എ സ്ക്വയർ അതായത് എക്സ് ഐ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ 2ab അതായത് 2 ഇൻറ്റു എക്സ് ഐ മൈനസ് മ്യൂ എക്സ് ബാർ മൈനസ് മ്യൂ പ്ലസ് ബി സ്ക്വയർ അഥവാ എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് 1/n നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഈ 1/n എല്ലാത്തിനോട് ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ വന്നു. ഈ 2 ഇൻറ്റു എന്ന് പറഞ്ഞതിനോടും എന്ത് ചെയ്യുന്നു, 1/n ഇൻറ്റു ചെയ്യുമ്പോൾ 2/n എക്സ് ബാർ മൈനസ് മ്യൂ പിന്നെ സമ്മേഷൻ എക്സ് ഐ മൈനസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ എന്ന് വന്നു. ലാസ്റ്റത്തെ എന്ത് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിനും ഞാൻ എന്ത് ചെയ്യുന്നു, 1/n കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അതായത് 1/n ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാവരോടും 1/n എന്ത് ചെയ്യാണ്, ഇൻറ്റു ചെയ്യാണ്. അപ്പൊ നോക്കിയേ, ഈ സാധനം എക്സ്പെക്ടേഷൻ ഓഫ് ഇത് നോക്കിയേ 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിഗ്മ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് സിഗ്മ സ്ക്വയർ എന്ന് തന്നെയാണ്, സിഗ്മ സ്ക്വയർ തന്നെയാണ്. അപ്പൊ അതെന്തായി മാറി, സിഗ്മ സ്ക്വയർ ആയി. ഇനി 2 എക്സ് ബാർ മൈനസ് മ്യൂ പിന്നെയോ ഈ ബൈ എൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ബാധകമല്ലേ. ഈ ബൈ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല ഇതിനും വേണമെങ്കിൽ എന്താണ്, ബൈ എൻ ബാധകമാണ്. അപ്പൊ നോക്കിയേ, സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ബൈ എൻ സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ബൈ എൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ബൈ എൻ എന്ന് പറഞ്ഞാൽ അത് 2 ഒരു എക്സ് ബാർ മൈനസ് മ്യൂ തന്നെയല്ലേ കിട്ടുക. സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ബൈ എൻ എന്ന് പറയുമ്പോൾ എക്സ് ബാർ മൈനസ് മ്യൂ തന്നെയാണ് കിട്ടുക. അപ്പോൾ 2 എക്സ് ബാർ മൈനസ് മ്യൂ വരും. അതായത് 2 എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ രണ്ടും കൂടി ചേർന്നിട്ടേ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എന്താവും, 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. പിന്നെയോ ലാസ്റ്റത്തത് നോക്കിയേ, 1/n സമ്മേഷൻ എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ അതും അപ്പം തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ നോക്കിയേ, -2 എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയറും പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ രണ്ടും ഒരേ ടേം ആണ്. ഒന്ന് -2 ഒന്ന് +1 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും, മൈനസ് എന്നുള്ള ഒരു ടേമല്ലേ ഉണ്ടാവുള്ളൂ. അതായത് സിഗ്മ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. സിഗ്മ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുമ്പോൾ സിഗ്മ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ അല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ നമുക്ക് സിഗ്മ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. കാരണം സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 1/n എക്സ് ബാർ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പം സിഗ്മ സ്ക്വയർ ബൈ എൻ എന്നാക്കിയിട്ട് നമുക്ക് ആരെഴുതാം, ഈ ടേമിന് സിഗ്മ സ്ക്വയർ ബൈ എൻ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ സിഗ്മ സ്ക്വയർ മൈനസ് സിഗ്മ സ്ക്വയർ ബൈ എൻ അല്ലേ, അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അല്ലെങ്കിൽ സിഗ്മ സ്ക്വയറിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സിഗ്മ സ്ക്വയർ ഇവിടെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി എന്താ ഉള്ളത്,
n minus 1 by n എന്നാ കിട്ടുക, n minus 1 by n. എന്താ അങ്ങനെ കിട്ടാൻ കാരണം? നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ, n സിഗ്മ സ്ക്വയർ മൈനസ് സിഗ്മ സ്ക്വയർ ബൈ n എന്നുണ്ടാവും അല്ലേ? എക്സ്പാൻഡ് ചെയ്താൽ ഇത് മുകളിലത്തെ സാധനം n സിഗ്മ സ്ക്വയർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ n സിഗ്മ സ്ക്വയർ മൈനസ് സിഗ്മ സ്ക്വയർ ബൈ n എന്നുണ്ടാവുക. n സിഗ്മ സ്ക്വയർ മൈനസ് സിഗ്മ സ്ക്വയർ ബൈ n. അപ്പോൾ ഇത് നിലത്തുനിന്നും സിഗ്മ സ്ക്വയർ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ n മൈനസ് 1 ബൈ n സിഗ്മ സ്ക്വയർ. ഓക്കെ, ഈ എക്സ്പാൻഷൻ ആണ് കേട്ടോ ഇവിടെ വന്നത്, n മൈനസ് 1 ബൈ n സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് n മൈനസ് 1 ബൈ n സിഗ്മ സ്ക്വയർ എന്നാണ് കിട്ടിയത് അല്ലേ? എന്ത് കിട്ടിയാലേ ബയസ്ഡ് ആവുള്ളൂ, അൺബയസ്ഡ് ആവുള്ളൂ? എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു സിഗ്മ സ്ക്വയർ ആയാലേ അത് എന്താവുള്ളൂ, അൺബയസ്ഡ് ആവുള്ളൂ. എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ അവിടെ കിട്ടി. കാരണം സിഗ്മ സ്ക്വയറിനെ ഒരു n മൈനസ് 1 ബൈ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ല ഇൻറ്റു ചെയ്താൽ ഒരിക്കലും അത് എന്താവില്ല, സിഗ്മ സ്ക്വയറിന് ഈക്വൽ ആവില്ല. സിഗ്മ സ്ക്വയറിന് ഒരു n മൈനസ് 1 ബൈ n കൊണ്ട് ഇൻറ്റു ചെയ്താൽ അതൊരിക്കലും സിഗ്മ സ്ക്വയറിന് ഈക്വൽ ആവില്ല. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു സിഗ്മ സ്ക്വയറിന് കിട്ടും. എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ നോട്ട് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും എസ് സ്ക്വയർ ഈസ് നോട്ട് എൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ. എസ് സ്ക്വയർ എന്തല്ല, അൺബയസ്ഡ് എസ്റ്റിമേറ്റർ അല്ല, സിഗ്മ സ്ക്വയറിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഷോ ചെയ്യണം എന്തോ, n ഡിവൈഡ് ബൈ n മൈനസ് 1 സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് എസ് സ്ക്വയർ. എസ് സ്ക്വയറിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് n ബൈ n മൈനസ് 1 സമ്മേഷൻ ഐ സിക്കൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയണമെന്ന് തെളിയിക്കണം. അത് തെളിയിക്കാൻ നമ്മൾ എസ് സ്ക്വയർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ആരെയാണ്, ഈ 1 ബൈ n മൈനസ് 1 സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എസ് സ്ക്വയർ ആയിട്ട് അത് എസ് സ്ക്വയർ കേട്ടോ, അത് നേരത്തെ കണ്ടിട്ടുള്ള ഈ എസ് സ്ക്വയർ അല്ല, ഇത് ശരിക്കും സാമ്പിളിൻ്റെയാണ്. അതിനെ നമുക്ക് ഒരു സ്മോൾ എസ് സ്ക്വയർ വേണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എസ് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഈ എസ് ഇങ്ങനെ സ്മോൾ ആയിട്ട് എന്ത് ചെയ്യുക, റെപ്രസെൻ്റ് ചെയ്യുക. അത് വേറെയാണ് കേട്ടോ, ഇത് ക്യാപിറ്റൽ എസ് ആണ്. എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 1 ബൈ n മൈനസ് 1 സമ്മേഷൻ ഐ ഇസ് ഇക്വൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ രണ്ട് സൈഡിൽ എക്സ്പെക്ടേഷൻ കൊടുക്കുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് 1 ബൈ n മൈനസ് 1 സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് ഞാൻ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ n ബൈ n മൈനസ് 1 സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n എന്ന് കൂടി വന്നു അല്ലേ? n ക്യാൻസൽ ആയി പോയ പഴയ തന്നെയാണ്. അപ്പോൾ അതിലൊരു മാറ്റം എന്ത് ചെയ്യണില്ല, വരുന്നില്ല എന്നുള്ളതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് n ബൈ n മൈനസ് 1 ഈ സാധനം നമ്മൾ തൊട്ട് മുന്നേ എഴുതി വെച്ച ഒരാളാണ്. ആരാ? എക്സ്പെക്ടേഷൻ ഓഫ് വെറും എസ് സ്ക്വയർ, സ്മോൾ എസ് സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാമ്പിൾ വേരിയൻസിനെയാണ് സമ്മേഷൻ ഐ ഇസിക്കൽ ടു 1 to n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് പകരം നമുക്ക് എസ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് പകരം എസ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ എസ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് n ബൈ n മൈനസ് 1 എസ് സ്ക്വയർ, n ബൈ n മൈനസ് 1 കോൺസ്റ്റന്റ് ആയി പുറത്തേക്ക് എടുത്തു. എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടു വെച്ചിട്ടുണ്ട്. എന്താ, ഇതവിടെ n മൈനസ് 1 ബൈ n സിഗ്മ സ്ക്വയർ. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയറിന് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, n മൈനസ് 1 ബൈ n സിഗ്മ സ്ക്വയർ നമ്മളിവിടെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിലെ എന്നും എന്നും ക്യാൻസൽ ആയി പോവും, n മൈനസ് 1 ക്യാൻസൽ ആയി പോവും, ബാക്കി എന്താ കിട്ടുക, സിഗ്മ സ്ക്വയറിന് കിട്ടി. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ, എക്സ്പെക്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എസ് സ്ക്വയർ ആണ്, നേരത്തെ സാധനം അല്ലത്. എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, സിഗ്മ സ്ക്വയർ കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് എസ് സ്ക്വയർ സിഗ്മ സ്ക്വയർ കിട്ടിയാൽ എന്ത് പറയാൻ പറ്റും, സിഗ്മ സ്ക്വയറിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ഈ പറഞ്ഞ എസ് സ്ക്വയർ. സിഗ്മ സ്ക്വയറിന്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എസ് സ്ക്വയർ എന്ന് പറഞ്ഞത്. therefore എസ് സ്ക്വയർ ഈസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് സിഗ്മ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? let x1 x2 x3 etc xn is random sample from a normal distribution.
x1 x2 x3 etc xn എന്ന് പറയുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള റാൻഡം സാമ്പിൾ ആണ് വിത്ത് mu and 1. അതായത് മീൻ mu ആണ്, ആ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ mu ആണ്, വേരിയൻസ് 1 ആണ്. ഡിസ്ട്രിബ്യൂഷൻ മീൻ mu വേരിയൻസ് 1. ഷോ ദാറ്റ് t is equal to 1 by n summation I is equal to 1 to n xi square is unbiased estimator of mu square plus 1. mu square plus 1ൻ്റെ unbiased estimator ആണ് t എന്ന് പറയുന്നത് എന്ന് ഷോ ചെയ്യണം. അപ്പോൾ നമുക്ക് തന്ന കാര്യം ഈ x1 x2 x3 etc എന്ന് പറയുന്ന ഒരു റാൻഡം സാമ്പിൾ ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീൻ ആണ് mu, വേരിയൻസ് ആണ് 1. അതാരും ആദ്യം എഴുതിക്കുക. എക്സ്പെക്ടേഷൻ ഓഫ് xi അതായത് മീൻ ഓഫ് xi എന്ന് പറയുന്നത് mu ആണ്. വേരിയൻസ് ഓഫ് xi which is equal to 1 ആണ്. ആ രണ്ട് കാര്യം നമുക്ക് അറിയാം, ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി വേരിയൻസ് ഓഫ് xi നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് xi ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. വേരിയൻസ് ഓഫ് xi നെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് xi ൻ്റെ വാല്യൂ 1 ആണ്, ക്വസ്റ്റ്യൻ മുകളിലുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ അതുപോലെ തന്നെ എഴുതി. എക്സ്പെക്ടേഷൻ ഓഫ് xi എന്ന് പറഞ്ഞാൽ mu ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് xi ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ mu സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിന്ന് മൈനസ് mu സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ പ്ലസ് mu സ്ക്വയർ ആവും. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് പറയുന്നത് mu സ്ക്വയർ പ്ലസ് 1 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? mu സ്ക്വയർ പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ ഇസ് ഈക്വൽ ടു mu സ്ക്വയർ പ്ലസ് 1 ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? എക്സ്പെക്ടേഷൻ ഓഫ് ഈ ഇങ്ങനെ കിട്ടിയാൽ ഇതിന്നൊരു കാര്യം പറയാൻ പറ്റും. എന്ത്? mu സ്ക്വയർ പ്ലസ് 1ൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ആര്? xi സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. mu സ്ക്വയർ പ്ലസ് 1ൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ആര്? xi സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് പറയേണ്ടത് അതല്ല. mu സ്ക്വയർ പ്ലസ് 1ൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് സമ്മേഷൻ xi സ്ക്വയർ ബൈ n എന്നാണ് വേണ്ടത്. നമുക്കിവിടെ എന്താ ഉള്ളൂ? സമ്മേഷൻ xi സ്ക്വയർ മാത്രം വന്നാൽ പോരാ, എന്നും കൂടി എന്ത് ചെയ്യണം? വരണം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി എക്സ്പെക്ടേഷൻ ഓഫ് t നമുക്ക് എന്താ കാണേണ്ടത്? അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് കാണണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് t is equal to എന്താവണം? എക്സ്പെക്ടേഷൻ ഓഫ് t is equal to mu സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടിയാൽ മതി. എക്സ്പെക്ടേഷൻ ഓഫ് t is equal to mu സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് t സ്ക്വയർ mu സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ mu സ്ക്വയർ പ്ലസ് 1ൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ആര്? t എന്നാണ്. mu സ്ക്വയർ പ്ലസ് 1ൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് t എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത്. അപ്പോൾ ഞാൻ എക്സ്പെക്ടേഷൻ ഓഫ് t കാണുന്നു, അത് mu സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് t എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 by n സമ്മേഷൻ xi സ്ക്വയർ അല്ലേ? 1 by n സമ്മേഷൻ 1 by n പുറത്തെടുക്കുന്നു. എക്സ്പെക്ടേഷൻ ഓഫ് സമ്മേഷൻ xi സ്ക്വയറിനെ നമുക്ക് സമ്മേഷൻ i is equal to 1 to n എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് എഴുതി കൂടെ? സമ്മേഷൻ 1 by n പുറത്തെടുക്കുന്നു, സമ്മേഷൻ പുറത്തെടുക്കുന്നു, എക്സ്പെക്ടേഷൻ ഉള്ളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1 by n ഇൻറ്റു എന്താ വരിക? 1 by n ഇൻറ്റു സമ്മേഷൻ എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് തൊട്ട് മുകളിൽ. എക്സ്പെക്ടേഷൻ ഓഫ് xi സ്ക്വയർ എന്ന് പറഞ്ഞാൽ mu സ്ക്വയർ പ്ലസ് 1 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ എന്ന് പറഞ്ഞാൽ mu സ്ക്വയർ പ്ലസ് 1 ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 by n ഇൻറ്റു സമ്മേഷൻ mu സ്ക്വയർ പ്ലസ് 1. 1 by n ഇൻറ്റു സമ്മേഷൻ ഒഴിവാക്കാൻ അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സമ്മേഷൻ x എന്ന് പറഞ്ഞാൽ അത് n xന് എന്താണ്? ഈക്വൽ ആണ്. സമ്മേഷൻ x ബാർ എന്ന് പറഞ്ഞാൽ അത് n x ബാറിന് ഈക്വൽ ആണ്. അതുപോലെ സമ്മേഷൻ mu സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു mu സ്ക്വയർ പ്ലസ് 1ന് അത് ഈക്വൽ ആണ്. n ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ ഉള്ളത്? mu സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? എക്സ്പെക്ടേഷൻ ഓഫ് t is equal to mu സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? mu സ്ക്വയർ പ്ലസ് 1ൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ് ആര്? t. Therefore t is the unbiased estimator of mu square plus 1 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ.